ബാഡ് ടച്ച് എന്നുള്ള രീതിയിൽ തൊടുമ്പോൾ വ്യക്തമായിട്ട് എനിക്ക് അറിയാനുള്ള പൂർണ്ണമായിട്ടുള്ള ബോധ്യം എനിക്ക് ശരീരത്തിലുണ്ട്. അവൻ അവിടെ വെച്ചിട്ട് എന്റെ തുണി ഏൽപ്പിച്ചിട്ട് ഇവിടെ വന്നിട്ട് ആ ഡയലോഗ് അവൻ അടിക്കില്ല. എന്ത് പെണ്ണിന്റെ ശരീരമാണ്. കഴിഞ്ഞ ദിവസം ഗബ്രി ജിൻഡോക്കെതിരെ നടത്തിയ ഗുരുതര വെളിപ്പെടുത്തലാണ് ഇപ്പോൾ കണ്ടത്. എപ്പിസോഡ് പുറത്തെത്തിയതും ജിൻഡോക്കെതിരെ വ്യാപക വിമർശനങ്ങളാണ് ഉയർന്നു വന്നത്. സത്യാവസ്ഥ എന്താണെന്നറിയാൻ പ്രേക്ഷകർക്കും മത്സരാർത്ഥികൾക്കും ഒരേപോലെ താല്പര്യമുണ്ട്. കാരണം പബ്ലിക് പ്ലാറ്റ്ഫോമിൽ സെക്ഷൽ ഹറാസ്മെന്റ് പോലുള്ള ഒരു വെളിപ്പെടുത്തൽ വെറുതെ ഒരാൾ പറയില്ലെന്നതാണ് അതിന്റെ പ്രധാന കാരണം. ഇപ്പോൾ സംഭവത്തിൽ പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയായ ദിയ സന. കള്ളം പറയുന്നവരും സ്വന്തം അച്ഛനെ പോലും ലാഭത്തിന് തട്ടിക്കളയുന്ന കൂട്ടത്തിലാണ് ജിൻഡോ എന്നും അദ്ദേഹത്തിന്റെ സെക്ഷൽ ഫ്രസ്ട്രേഷന്റെ ഇരകൾ ഉടൻ തന്നെ രംഗത്തെത്തുമെന്നുമാണ് ദിയ സന ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. പോസ്റ്റ് പുറത്തെത്തിയതും നിരവധി പേരാണ് ജിൻഡോക്കെതിരെ വിമർശനവുമായി രംഗത്തെത്തിയത്. കമന്റ് സെക്ഷനിൽ, അതായത് ദിയ സനയുടെ പോസ്റ്റിന് താഴെ വിമർശനത്തിനൊപ്പം തന്നെ ചില വെളിപ്പെടുത്തലുകളും ഉണ്ടായിട്ടുണ്ട്. ജാസ്മിനുമായുള്ള പ്രശ്നം നടക്കുന്നതിനിടയിലാണ്, അതായത് ജാസ്മിൻ ഇന്നർ വെയർ ലിവിംഗ് റൂമിലെ സോഫയിലിട്ടത് ചൂണ്ടിക്കാട്ടി വലിയൊരു പ്രശ്നമാണ് ജിൻഡോ സൃഷ്ടിച്ചെടുത്തത്. ജാസ്മിൻ മനഃപൂർവ്വം കൊണ്ടുവച്ചെന്ന രീതിയിലേക്കാണ് ജിൻഡോ വിഷയത്തെ വളച്ചൊടിച്ചത്. ജിൻഡോയുടെ പരാമർശത്തിൽ വസ്തുതയില്ലാത്തതുകൊണ്ട് തന്നെ ഭൂരിഭാഗം സഹമത്സരാർത്ഥികളും ഈ വിഷയത്തിൽ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ഉണ്ടായത്. ഇതേ പരാമർശം റിപ്പീറ്റ് ചെയ്തപ്പോഴാണ് ഗബ്രി രംഗത്തെത്തുന്നത്. ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് ഡ്രസ്സ് അഴിപ്പിച്ചെന്നാണ് ജിൻഡോക്കെതിരെ ഗബ്രി പറഞ്ഞത്. ഇതിനിടയിലുള്ള ഗബ്രിയുടെ ശരീരം പെണ്ണിനെ പോലെയാണെന്നുള്ള ജിൻഡോയുടെ സ്റ്റേറ്റ്മെന്റ് കൂടി ആയപ്പോൾ വീട്ടിലുള്ള എല്ലാവരും ജിൻഡോക്കെതിരെ തിരിഞ്ഞു. സ്ത്രീയുടെ ശരീരം പോലെയുള്ളതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നായിരുന്നു ജിൻഡോ സംഭവത്തിൽ മറുപടി നൽകിയത്. ഇരുവരും തമ്മിലുള്ള വാക്പോരെ രൂക്ഷമായപ്പോഴാണ് ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ചതും കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ കാണുന്ന പരിപാടിയാണിതെന്നും ബിഗ് ബോസ് പറയുന്നത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്ന ഒരുപാട് കുടുംബ പ്രേക്ഷകർ കാണുന്ന ഷോയാണ്. ഇനി ഒരു കാരണവശാലും വീട്ടുകാരെ നിങ്ങളുടെ വിഷയത്തിലേക്ക് കൊണ്ടുവരാതിരിക്കുക. ഇതൊരു താക്കീതാണ്. എപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങളുള്ള മത്സരാർത്ഥികളാണ് ഗബ്രിയും ജിൻഡോയും. അതിനാൽ തന്നെ പരസ്പരമുള്ള തർക്കങ്ങളും വീട്ടിൽ പതിവ് കാഴ്ചയാണ്. പലപ്പോഴും ഈ തർക്കം മോശമായ സംസാരത്തിലേക്ക് വരെ വഴിവെക്കാറുണ്ട്. എന്തായാലും ഗബ്രിയുടെ വെളിപ്പെടുത്തലോടുകൂടി സത്യാവസ്ഥ എന്താണെന്ന് വ്യക്തമാക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ബിഗ് ബോസ്. വരുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ സംഭവത്തിൽ ഒരു ക്ലാരിറ്റി വരുമെന്നാണ് പ്രേക്ഷകർ ഉൾപ്പെടെ പറയുന്നത്.